നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ള ട്രേഡിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ 47,900 പുട്ട് ഓപ്ഷനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഏകദേശം 182 റുപ്പീസിന് വാങ്ങിക്കുന്നു. അത് 285 റുപ്പീസിന് നമ്മൾ സെല് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഏകദേശം നമുക്ക് 100 പോയിൻറ്റ്സിന് മുകളിൽ നമ്മൾ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 181 റുപ്പീസിന് വാങ്ങിക്കും. എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത് 42 പോയിൻറ്റ്സ് ആയിരുന്നു. ഏകദേശം നമുക്കൊരു 140 റേഞ്ചിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 42 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസിനനുസരിച്ച് നമുക്കൊരു 100 പോയിൻറ്റ്സിന് മുകളിൽ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ എക്സിറ്റ് ആവാനുണ്ടായത്. അപ്പോൾ ഈ ട്രേഡിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ലോജിക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കാം. യെസ്, ഇപ്പോൾ നിഫ്റ്റി ഓൾറെഡി ഞാൻ ഈ ഒരു രണ്ട് ലെവല് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് ലെവൽ, അതായത് 22,562 അതുപോലെ തന്നെ 22,583. അപ്പോൾ ഈ റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ട് 22,431 22,448. അപ്പോൾ ഈ രണ്ട് റേഞ്ചിനകത്ത് മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ രണ്ട് റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് എടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു നിഫ്റ്റിയുടെ കേസിനകത്തും. ബാങ്ക് നിഫ്റ്റിയിൽ അതുപോലെ തന്നെ നമ്മൾ രണ്ട് സോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് റെസിസ്റ്റൻസ് സോണും അതുപോലെ തന്നെ സപ്പോർട്ട് സോണും. അപ്പോൾ ആ ഒരു റേഞ്ചിലായിരുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നമ്മൾ ട്രേഡ് ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിഫ്റ്റി ആക്ച്വലി ഇന്ന് ബ്രേക്ക് ചെയ്തത് ഈ ഒരു ഹൈ, അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു ഹൈ ബ്രേക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു സോണ് ശരിക്കും നിങ്ങളൊന്ന് മന്ത്ലി വീക്ക്ലി ചാർട്ടിലോട്ട് പോവാം. യെസ്, അപ്പോൾ വീക്ക്ലി ചാർട്ടിലോട്ട് നമുക്ക് പോകുമ്പോൾ മനസ്സിലാവും ഈ ഒരു സോൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് സോണും കൂടെയാണ്. അപ്പോൾ ഞാൻ നോക്കിയ സമയത്തും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള ഒരു സോണും കൂടെയാണ് പലതവണ ഈ ഒരു സോൺ പറഞ്ഞിട്ടുള്ള സോൺ. അപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു സെല്ലിങ് നടക്കുന്നത് ഈ ഒരു ക്യാൻഡിൽ, അതായത് മെയ് 6 ക്യാൻഡിൽ. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു റെസിസ്റ്റൻസ് ടച്ച് ചെയ്തതിനു ശേഷം നല്ലൊരു സെല്ലിങ് നടക്കുന്നു. അപ്പോൾ ഈ റെസിസ്റ്റൻസിന് മുകളിലൊരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബൈ പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സോൺ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ കൺസോൾട്ടേറ്റ് ചെയ്യാനോ കൂടുതലും ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സോൺ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കൊന്ന് 1 അവറിലോ. യെസ്, അപ്പോൾ ഈ ഒരു കറക്റ്റ് നമ്മുടെ കഴിഞ്ഞ ദിവസം ഈ ഒരു റെസിസ്റ്റൻസ് സോൺ, അതായത് ഞാൻ പറഞ്ഞിട്ടുള്ള 20,583 അല്ലെങ്കിൽ 20,500, യെസ്, ഈ ഒരു സോണിനകത്ത് കഴിഞ്ഞ ദിവസം ഇവിടെ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ ക്യാൻഡിൽ നോക്കിയാൽ മനസ്സിലാവും ഒരു നല്ലൊരു സെല്ലിംഗ് എന്ന് പറയാനില്ല, എന്നാലും ഒരു അത്യാവശ്യം ആ റെസിസ്റ്റൻസി വന്നപ്പോൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സെല്ലിംഗ് അവിടെ അങ്ങ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സെല്ലിംഗ് അവിടെ നടന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നല്ല വോളറ്റൈലായിരുന്നു മാർക്കറ്റ്. വൺ സൈഡ് ഒരു സമയം അപ്പ് സൈഡും പോയി, അതേസമയം ഡൗൺ സൈഡും വന്നിട്ടുള്ള ഒരു മാർക്കറ്റും കൂടെയാണ്. അപ്പോൾ ഈ ഒരു സെല്ലിംഗ് ഇവിടെ നടക്കുന്നു. അപ്പോൾ എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ഹൈ മുകളിൽ ബ്രേക്ക് ചെയ്യണം, അതായത് ഇവിടെ സെല്ല് ചെയ്തവർ അവരുടെ സ്റ്റോപ്പ് ലോസൊക്കെ ഹിറ്റ് ആവാനുള്ള സാധ്യതയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി പോകാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്തൊരു സോൺ, അല്ലെങ്കിൽ ഈ ഒരു സെല്ലിങ്ങിന് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള അടുത്തൊരു ക്യാൻഡിൽ ഇവിടെ ഫോർമേഷൻ ആവും. അപ്പോൾ അങ്ങനെ ഒരു സെല്ലിങ് ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു സോൺ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5 മിനിറ്റ്സിൽ പോകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവും. യെസ്, 5 മിനിറ്റ്സിൽ പോയാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു സോണ് കറക്റ്റായിട്ട് ഇവിടെ ഒരു കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഈ ഒരു സോണിൽ നല്ല രീതിയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇന്ന് അത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സോണ് ഇപ്പോൾ നല്ല രീതിയിൽ ഒരു മിഡ് ടേം ട്രെൻഡിനൊക്കെ ഒരു ബ്രേക്ക് സംഭവിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയത്തില്ല ഈ ഒരു സോണ് സസ്റ്റെയിൻ ചെയ്യുമല്ലോ, നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു സോണും കൂടെയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ ശരിക്കും ഈ ഒരു നിഫ്റ്റിക്കകത്ത് എൻട്രി പോയവരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു എൻട്രി പോസിബിളി വരിക എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലും കാണാനായിട്ട് പറ്റും. ഇവിടെ ഒരു ക്യാൻഡിൽ എൻട്രി എടുത്തിട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവിടെ എൻട്രി എടുക്കുന്നു, അതിനുശേഷം ഇവിടെ ഒന്ന് റീടെസ്റ്റിന് വരുന്നു, പിന്നെ ആ ഒരു സോൺ സസ്റ്റെയിൻ ചെയ്യുന്നതിൽ അടുത്തൊരു ക്യാൻഡിൽ ഒരു സഡൻ സെല്ലിങ് വന്നിട്ടാണ് തിരിച്ചടുത്തൊരു ഫർദർ അപ്സൈഡിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഇവിടെ എൻട്രി എടുത്തവർ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ട്രേഡ്, അല്ലെങ്കിൽ നിഫ്റ്റിയുടെ ഈ ട്രേഡ് ഞാൻ രാവിലെ തന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോയാൽ, യെസ്, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ആക്ച്വലി നിഫ്റ്റി പോലെ തന്നെ ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ കേസും പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു സോണ്, ഈ ഒരു രണ്ട് സോണ് നോക്കിയാൽ മതി. ഈ ഒരു സോണെന്ന് പറയുന്നത് 47,967 997 ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ അപ്സൈഡ് ആണെന്നുണ്ടെങ്കിൽ 48,231 48,259. ഈ രണ്ട് സോണും
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോണാണ്. അപ്പോൾ ഈ ഒരു 2 സോണ് ഏതെങ്കിലും ഒന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിലോട്ട് നിങ്ങൾക്ക് എൻട്രി പോകാമെന്ന് ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിനകത്ത് പറയുന്നുണ്ടായിരുന്നു. ഒന്നുകിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്ന് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി പോയാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു സോണിലാണെന്നുണ്ടെങ്കിൽ ഈ രണ്ടിൻ്റെയും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി അവോയ്ഡ് ചെയ്യുമെന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അതുപോലെ തന്നെ ശരിക്കും നമ്മുടെ ആ ഒരു സോൺ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ട്രേഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സോണിൽ ആ ബ്രേക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ഞാൻ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സോൺ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് സോൺ. ഞാൻ ആക്ച്വലി ഇന്ന് കുറച്ചും കൂടെ ഒന്ന് എക്സ്പെക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യാൻ കുറച്ചും കൂടെ പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ അത് ബ്രേക്ക് ചെയ്തില്ല. ഇവിടെ കാണാനായിട്ട് പറ്റും ഒരു ബ്രേക്ക് ഔട്ട് സെറ്റപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സോണൊക്കെ ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് പോകാനുള്ള പോസിബിലിറ്റിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇന്നത് സംഭവിച്ചില്ല. നമ്മുടെ ഡയറക്ഷനിൽ ഓക്കെ നമ്മൾ ഏതെങ്കിലും ഒരു സോണ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കറക്റ്റായിട്ട് ആ ഒരു സോണ് ബ്രേക്ക് ആയ സമയത്ത് എൻട്രി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് 5 മിനിറ്റ്സിലോട്ട് പോകാം. യെസ്, അപ്പോൾ 5 മിനിറ്റ്സിലോട്ട് പോയാൽ ഇവിടെ കാണാനായിട്ട് പറ്റും രാവിലെ മാർക്കറ്റ് ഈ 2 സോണാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കറക്റ്റ് ഈ ഒരു സോണിൽ കൺസോളിഡേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു സോണിൽ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എൻട്രി പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സോണ് രാവിലെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും 9:15 ക്യാൻഡിൽ, ഈ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ ഫസ്റ്റ് ബ്രേക്ക് നടക്കുന്നു. ഈ ഒരു ക്യാൻഡിൽ ബ്രേക്കിന് ശേഷം ഇവിടെ ഒരു ബൈയിങ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഞാൻ രാവിലെ ഒരു അപ്ഡേറ്റ് പറയുന്നുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഈ ഒരു സോണിൽ വന്നിട്ടൊരു ബൈയിങ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രാവിലെ ടെലിഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ ഈ ഒരു സോൺ 47,997 എന്ന് പറയുന്നത് അതിന് മുകളിലൊരു 5 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് സൈഡ് എൻട്രി പോകാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ആക്ച്വലി ഈ ഒരു ക്യാൻഡിൽ വന്ന് നമ്മുടെ ഈ ഒരു ബൈയിങ് ബേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബൈയിങ് ബേസിൻ്റെ ബ്രേക്ക് ചെയ്യുന്ന തൊട്ട് മുമ്പ് ഈ ബൈയിങ് ബേസ് ബ്രേക്ക് ചെയ്യുന്നത് അത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് ഫസ്റ്റ് സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുന്നു, ഒന്ന് റീടെസ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ഇവിടെ ഒന്ന് ബൈയിങ് ബേസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം ഒരു ക്വിക്ക് ഫാൾ കിട്ടി. അപ്പോൾ നമ്മൾ ആ ഒരു ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 5 അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 7 മിനിറ്റ്സിനകത്ത് നമ്മൾ ഈ 2 ക്യാൻഡിൽ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും ഈ ഒരു ക്യാൻഡിൽ ജസ്റ്റ് ഒന്ന് ബൈയിങ് ബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ആ സപ്പോർട്ട് എടുത്തതിന് ശേഷം എനിക്കൊന്ന് ലോങ് സൈഡ് ഷോർട്ട് സൈഡ് പോകാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ അതെനിക്ക് പെട്ടെന്ന് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഇവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ ട്രേഡ് പോകാനുണ്ടായത്. അപ്പോൾ ഈ ഒരു സോൺ 9:40 ആ ഒരു ക്യാൻഡിൽ ഫോർമേഷന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ഒരു ട്രേഡ് എടുക്കാനുണ്ടായത്. ജസ്റ്റ് നമ്മളൊരു 43 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തു. ജസ്റ്റ് 5 മിനിറ്റ്സിനകം, ജസ്റ്റ് 10 മിനിറ്റ്സ് എടുത്തിട്ടുള്ളൂ. 10 മിനിറ്റ്സിനകത്തെന്ന് പറയാം നമ്മൾ ജസ്റ്റ് ഈ 2 ക്യാൻഡലിൽ വന്ന സമയത്ത് നമ്മൾ ഈ ഒരു റേഞ്ചിൽ വെച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുണ്ടായത്. പിന്നെ അതിനുശേഷം കാണാനായിട്ട് പറ്റും ആ ഒരു സോണിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുന്നു, പിന്നെ ഫർദർ ഡൗൺ സൈഡിലോട്ട് പോകുന്നു. അതേ ഒരു സോണിൽ റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സോണിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നമ്മൾ നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് സോൺ അല്ലെങ്കിൽ ഒരു ഫർദർ നമുക്കൊരു സപ്പോർട്ട് കിട്ടാൻ ചാൻസ് ഉള്ളൊരു സോണും കൂടെയാണ് അതുകൊണ്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സോണ് ജസ്റ്റ് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ ഫർദർ ഡൗൺ സൈഡ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇവിടെ നമ്മളൊരു റിജക്ഷൻ വരുന്നു അല്ലെങ്കിൽ ഒരു പുൾ ബാക്ക് ഇവിടെ നിന്ന് ഉണ്ടാവുന്നതുകൊണ്ട് കണ്ടുകൊണ്ടാണ് ഞാൻ നേരത്തെ എക്സിറ്റ് ചെയ്തുണ്ടായത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു പുൾ ബാക്കിൻ്റെ ആ സമയത്ത് തന്നെ എക്സിറ്റ് ആവാനുണ്ടായത്. പിന്നെ അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു കാണാനായിട്ട് പറ്റും പെട്ടെന്നൊരു ഫർദർ ക്വിക്ക് മൂവ് ഇവിടെ കിട്ടുന്നു. 47,544 താഴെ ഒരു ക്വിക്ക് മൂവ് കിട്ടുന്നു. കണ്ടു ഇന്നൊരു ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയും കൂടെ ആയിരുന്നു. അപ്പോൾ ഒരു ഭയങ്കര വോളറ്റൈൽ ഒരു മൂവ്മെൻറ്റ് ലാസ്റ്റ് ഒരു ഏകദേശം 3 മണിക്ക് ആ ഒരു 3 മണി കഴിഞ്ഞ ശേഷം അടുത്തൊരു അരമണിക്കൂർ ഒരു നല്ല വോളറ്റൈലായിട്ടൊരു അപ്സൈഡ് പോകും നമുക്ക് കണ്ടു. അപ്പോൾ ഏകദേശം നമുക്ക് ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്. ഈ ഒരു സോണിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പിൽ എൻട്രി എടുക്കുന്നു. ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിനകം നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുണ്ടായത്. അപ്പോൾ ഇത് നമുക്ക് നാളെ നമുക്ക് പുതിയൊരു ട്രേഡ് അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെന്നുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.